നാട്ടിലേക്ക് പോവാണ് ഗൈസ്. നാട്ടിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വല്യപ്പയുടെ മോളുടെ 40ആണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുൾ ഓട്ടമായിരിക്കും. അതായത് ഇപ്പൊ തന്നെ ഞാൻ ഒരു ഓട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പോകുന്നത് നമ്മുടെ ഫസ്റ്റിനെ മോളെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഫസ്റ്റിനായ മെട്രോ സ്റ്റേഷനിലാക്കിയതിനു ശേഷം ഞാൻ നാട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇവിടെ 40 ഉള്ളി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് കുഞ്ഞ് ജനിച്ചിട്ട് 40ാമത്തെ ദിവസത്തിന് പറയുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ എന്തായാലും നമ്മൾ നേരെ ഫസ്റ്റിനയുടെ വീട്ടിലോട്ട് പോകണം. ഫസ്റ്റിനയുടെ വീട്ടിലോട്ടുള്ള വഴി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ശ്യാമസുന്ദര കൊച്ചിയിലെ ഒരു ഗ്രാമീണ ഏരിയയിലാണ് നമ്മുടെ ഫസ്റ്റിനയുടെ വീട്. നോക്കിയാൽ ഫുള്ള് വയലാണ്. അത് നമ്മൾ ഒരുപാട് ഉള്ളിലോട്ടൊന്നും പോകണ്ട. നമ്മുടെ മെട്രോ സ്റ്റേഷൻ, മുട്ടം മെട്രോ സ്റ്റേഷന്റെ തൊട്ട് ബാക്കിലാണ് ഗൈസ് ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം. ഇവിടെ ഭയങ്കര ഒരു മൂടൽ മഞ്ഞ് പൊതച്ചാണ് ഇവിടെ രാവിലെ നിൽക്കുന്നത് ഗൈസ്. അങ്ങനെ ഏകദേശം ഫസ്റ്റിനയുടെ വീട് എത്താറ്. എന്റെ കണ്ണാടി കാണുമ്പോൾ മറ്റേ ഈച്ചയുടെ കണ്ണുപോലെ ഉണ്ടല്ലേ ഗൈസ്. ഇതാണ് ഫസ്റ്റിനയുടെ നാട്, വിടാക്കുഴ. നല്ല പേരല്ലേ, വിടാക്കുഴ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ ഇവിടെ ഇതുവഴി വരുമ്പോൾ. പക്ഷെ അത് നമ്മളെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. വിജയ് പറഞ്ഞ പോലെ പൊയ്ക്കൊണ്ടേയിരിക്കുക. നമ്മൾ കടമയെ സമയം സെഞ്ചിട്ട് അന്ത നദി മറിയെ. ഇതാണ് ഗൈസ് എറണാകുളത്തെ വിടാക്കുഴയിലുള്ള നമ്മുടെ ഫസ്റ്റിനയുടെ വീട്ടിലേക്ക് വന്ന ഉടനെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് ഫസ്റ്റിനോട് നിൽപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ പരിപാടി? ഞാൻ വീട്ടിലേക്ക് പോകണ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ. നീ എന്താ ഉറക്കം എഴുന്നേറ്റുള്ളൂ? കുളിച്ചൊന്നുമില്ലേ? ഉണ്ടാ ഓക്കെ. ഞാൻ ഇപ്പോൾ ഫുഡും കൂടെ കഴിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ രാവിലെ തന്നെ സ്വാദിഷ്ടമായ ഇടിയപ്പവും മുട്ടക്കറിയുമായിരുന്നു ഗൈസ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റിനായി പിക്ക് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ഒരു കടമ്പ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഫസ്റ്റിനായി മുട്ടം മെട്രോ സ്റ്റേഷനിൽ ഇറക്കിയതിനു ശേഷം നമ്മൾ ഓ മൈ ഗോഡ് സോറി, ഞാൻ നമ്മുടെ വണ്ടി മുട്ടം മെട്രോ സ്റ്റേഷനിൽ ഇട്ടതിന് ശേഷം ഞാനും ഫസ്റ്റിനായും കൂടെ മെട്രോ കയറും. ഫസ്റ്റിനെ എന്നിട്ട് എടപ്പള്ളി ഇറങ്ങും അല്ലേ. ഞാൻ ടൗൺ ഹാളിൽ ഇറങ്ങി ട്രെയിനിൽ പോവും. ഫസ്റ്റിനെ എടപ്പള്ളി ഇറങ്ങി ബസ്സിൽ പോവും. എന്നിട്ട് അവള് ജോലി കഴിഞ്ഞ് അവളുടെ വീട്ടിൽ വരും. ഞാൻ നേരെ നമ്മുടെ നാട്ടിൽ പോകുന്നു. എന്തിനെ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വല്യപ്പയുടെ മോളെ 40 എന്തുവാണ് അതിന് പറയുന്നത്? അത് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ, എനിക്ക് അറിഞ്ഞോളൂ. മോളെ അതൊക്കെ ഞാൻ വരുന്ന വഴി പറഞ്ഞു. മുട്ടയാടിന്റെ ബാക്കിൽ കൊച്ചിയിലെ മെയിൻ സാധന സ്ഥിതി ചെയ്തിരിക്കുന്നതേ ഇവിടെ. ഗൈസ് ഞാൻ എറണാകുളത്ത് ഒരു പെണ്ണ് കെട്ടണമെന്ന് വിചാരിച്ചേട്ടാ. അപ്പം ഞാൻ അല്ലെങ്കിൽ എന്താ എറണാകുളം ഫുൾ മെട്രോ ആണ് മനസ്സിൽ വരുന്നത്. മൊത്തം മെട്രോ ആണ്. അപ്പൊ എവിടുന്ന് പെണ്ണ് വന്നാലും കുഴപ്പമില്ല. കാരണം എവിടുന്നാണേലും മറ്റേ മെട്രോ സിറ്റി റേഞ്ച് അത് ഇത്. എന്നിട്ട് കറക്റ്റ് ആയിട്ട് അല്ല തന്നത് ഇതാ ശ്യാമസുന്ദര. മെയിൻ പ്രശ്നം എന്താ പറയാ, റേഞ്ചില്ല ഇവിടെ. ഇപ്പുറത്തെ ഭൂമി, ഇപ്പുറത്തെ സിറ്റി, അതാണ് ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത. അതൊക്കെ അത് സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രാമീണ ദേശത്ത് താമസിക്കാൻ. കാരണം തൊട്ടപ്പുറത്ത് സിറ്റിയും നമ്മൾ താമസിക്കുന്ന സ്ഥലം ഗ്രാമീണം. പക്ഷെ റേഞ്ച് ഇല്ല ഗൈസ്, അതാണ് നമുക്ക് ഏറ്റവും വിഷമം. എനിക്ക് മാത്രം എനിക്ക് തോന്നുന്നത് ഇവന്റെ ഈ സിം ആണ്. ഇവന്റെ ഫോണില് സിം ഇടാണ്ട് ഇവൻ ഈ സിം ആക്കിയിരിക്കാണ്. മേ ബി അതുകൊണ്ടായിരിക്കും റേഞ്ച് ഇല്ലാത്ത. എനിക്കൊക്കെ നല്ല റേഞ്ച് എന്റെ വീട്ടിൽ. പണ്ടത്തെ എന്റെ ഡ്രീം ഉണ്ട്. ഞാൻ വാപിച്ചെടുത്ത് പറയായിരുന്നു എനിക്ക് വണ്ടി മേടിച്ചു തരാണ്. ഈ വണ്ടി മതി. നമ്മൾ വണ്ടി മുട്ടത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ മെട്രോ കയറാൻ പോവാണ്. കറണ്ട് സമയത്ത് ട്രെയിൻ കിട്ടിയാൽ മതിയായിരുന്നു. സേഫായിട്ട് കിടക്കണേ കുട്ടാ. ഗൈസ് അങ്ങനെ നമ്മൾ ടൗൺ ഹാളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ട്രെയിൻ ലക്ഷ്യമാക്കി നീങ്ങാം റെയിൽവേ സ്റ്റേഷനിലോട്ട്. എറണാകുളം ടൗണിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ടാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ പലരും ഇത് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ട്രെയിനിലിരുന്ന് ഒരുപാട് നേരം ഉറങ്ങി ക്ഷീണം തീർത്തതിന് ശേഷം ഞാൻ എന്റെ ജന്മനാടായിട്ടുള്ള കൊല്ലത്ത് വന്ന് ലാൻഡ് ചെയ്ത് ഗൈസ്. അപ്പതേ നട്ടുച്ചയ്ക്ക് വെയിൽ കൊണ്ട് എന്നെ കഴിപ്പിക്കാതെ എന്റെ അനിയൻ ഓടി എത്തി എന്നെ പിക്ക് ചെയ്യേ.
അറിയില്ലാതെ ഞാനും വെച്ചും പറന്ന് 40 ഉള്ളിക്ക് പോവുകയാണ്. 40 ഉള്ളിയാണോ കുഞ്ഞു ജനിച്ചത് അറിയാൻ വയ്യ. എന്നാലും ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. തൊട്ടടുത്തായതുകൊണ്ടാണ് ഞങ്ങൾ ഹെൽമെറ്റ് ധരിക്കാത്തത്. തൊട്ടപ്പുറത്താണ് കേട്ടോ, ഇതൊരു നാഷണൽ ഹൈവേ ഒന്നും അല്ല കേട്ടോ. അതെ 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 അങ്ങനെ ഞാൻ വന്ന് കയറിയ ഉടനെ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ പരിപാടി എല്ലാവർക്കും, നിങ്ങൾക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താ സംഭവം. ഗോൾഡും അല്ലെങ്കിൽ ഓരോ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. കുട്ടി ജനിച്ച് 40 ദിവസം കഴിയുമ്പോൾ പെൺവീട്ടുകാരുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത്ര എനിക്കറിയൂ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അതിനുശേഷം നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഉൾപ്പെട്ട ഒരു കിടിലൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ മത്തടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി.